നമസ്കാരം. ക്യൂ മലയാളം UK ന്യൂസിലേക്ക് സ്വാഗതം. മാസങ്ങൾ നീണ്ട തർക്കത്തിനൊടുവിൽ റുവാണ്ട ബിൽ നിയമമാകും. അനധികൃത കുടിയേറ്റം തടയാൻ ലക്ഷ്യമിട്ടിട്ടുള്ള വിവാദ ബിൽ UKയിലെ ഹൗസ് ഓഫ് ലോർഡ്സിൽ രാത്രി വൈകി നടന്ന സമ്മേളനത്തിന് ശേഷം നീണ്ട 2 വർഷത്തെ നിയമ പോരാട്ടങ്ങൾക്കും രാഷ്ട്രീയ തർക്കങ്ങൾക്കും ഒടുവിൽ പാർലമെന്റ് റുവാണ്ട ബില്ലിന് അംഗീകാരം നൽകി. 10 മുതൽ 12 ആഴ്ചകൾക്കുള്ളിൽ ചാനൽ കുടിയേറ്റക്കാരെ റുവാണ്ടയിലേക്ക് അയക്കാമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. റുവാണ്ട ബിൽ ഔപചാരികമായി പാസാക്കിയിട്ടുണ്ടെങ്കിലും ഇത് ഇതുവരെ നിയമമായിട്ടില്ല. ഇത് നിയമമാകുന്നതിന് റോയൽ അസന്റ് ആവശ്യമാണ്. സ്മാർട്ട് മോട്ടോർവേകളുടെ പിന്നിലെ സാങ്കേതിക വിദ്യകൾ സ്ഥിരമായി പണിമുടക്കുന്നതായി റിപ്പോർട്ടുകൾ. നിർണായകമായ സുരക്ഷാ ഉപകരണങ്ങൾ പ്രവർത്തനരഹിതമായതിന്റെ നിരവധി സംഭവങ്ങളാണ് വെളിച്ചത്തു വന്നത്. സ്മാർട്ട് മോട്ടോർവേകളിലെ പല റഡാറുകളും ക്യാമറകളും തകരാറിലായതുമൂലം ബ്രേക്ക് ഡൗൺ ആയ വാഹനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശരിയായ രീതിയിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നില്ലെന്ന പരാതി വ്യാപകമായി ഉണ്ട്. സ്മാർട്ട് മോട്ടോർവേകൾ UKയിൽ ആരംഭിച്ചത് 2000-ന്റെ തുടക്കത്തിലാണ്. ചിലവും മറ്റ് സുരക്ഷാ പ്രശ്നങ്ങളും കാരണം പുതിയ സ്മാർട്ട് മോട്ടോർവേകൾ നടപ്പിലാക്കാൻ പദ്ധതിയില്ലെന്ന് കഴിഞ്ഞ വർഷം സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. നിലവിലുള്ള മോട്ടോർവേകൾ സുരക്ഷിതമാക്കാനുള്ള സാങ്കേതിക വിദ്യയ്ക്കായി £900 മില്യൺ ചെലവഴിക്കാനാണ് സർക്കാർ പദ്ധതി തയ്യാറാക്കുന്നത്. ഇംഗ്ലണ്ടിൽ ഏകദേശം 6 ലക്ഷത്തോളം പേർ ഗൈനക്കോളജിക്കൽ ചികിത്സയ്ക്കായി കാത്തിരിക്കുന്നതായി റിപ്പോർട്ടുകൾ. ഹൗസ് ഓഫ് കോമൺസ് ലൈബ്രറിയിൽ നിന്നുള്ള ലേബർ അനാലിസിസ് അനുസരിച്ച് 33,000 സ്ത്രീകളാണ് ഗൈനക്കോളജിക്കൽ ചികിത്സയ്ക്കായി ഒരു വർഷത്തിലേറെ കാത്തിരിക്കുന്നത്. ഇത് 43% വർധനവാണ്. സെർവിക്കൽ ക്യാൻസർ സ്ക്രീനിങ്ങിലേക്കും ഗൈനക്കോളജിക്കൽ ചികിത്സയിലേക്കുമുള്ള പ്രവേശനം ഇംഗ്ലണ്ടിലെ ഒരു പോസ്റ്റ് കോഡ് ലോട്ടറിയാണെന്നാണ് വിശകലനം സൂചിപ്പിക്കുന്നത്. 92% രോഗികൾക്കും 18 ആഴ്ചയിൽ താഴെയുള്ള ചികിത്സയുടെ റഫറലാണ് NHS ലക്ഷ്യമിടുന്നത്. സ്ത്രീകളുടെ ആരോഗ്യത്തിന് മുൻഗണന നൽകേണ്ടതിന്റെ പ്രാധാന്യം ഇത് ഉയർത്തിക്കാട്ടുന്നു. ചൈനയ്ക്ക് വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന് ആരോപിച്ച 2 പേരിൽ ഒരാൾ പാർലമെന്ററി ഗവേഷകൻ. ക്രിസ്റ്റഫർ ക്യാഷ്, ക്രിസ്റ്റഫർ ബെറി എന്നിവർക്കെതിരെ ചാരവൃത്തി നടത്തിയതിന് കുറ്റം ചുമത്തിയതായി ബ്രിട്ടീഷ് പ്രോസിക്യൂട്ടർമാർ അറിയിച്ചു. ഇവരെ വെള്ളിയാഴ്ച വെസ്റ്റ്മിൻസ്റ്റർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. 2 പേരെയും കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. കഴിഞ്ഞ 12 മാസത്തിനിടെ കുഴികൾ മൂലമുണ്ടായ വാഹന തകരാറുകളുടെ എണ്ണം 9% വർദ്ധിച്ചതായി പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നു. മാർച്ച് അവസാനം വരെയുള്ള വർഷത്തിൽ UKയിലെ മോശം റോഡുകൾ കാരണം 27,205 കോളൌട്ടുകളാണ് RACക്ക് ലഭിച്ചത്. 2023 ഒക്ടോബറിൽ ഇംഗ്ലണ്ടിലെ റോഡുകൾ റിപ്പയർ ചെയ്യുന്നതിനായി 11 വർഷത്തിനുള്ളിൽ £8.3 ബില്യൺ അധിക ധനസഹായം നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ടെയ്ലർ സ്വിഫ്റ്റ് കാരണം ദി ബ്ലാക്ക് ഡോഗ് കഫേയിൽ വൻ തിരക്ക്. യൂട്യൂബിൽ 58 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള പ്രശസ്ത ഗായികയായ ടെയ്ലർ സ്വിഫ്റ്റ് 3 ദിവസം മുൻപ് യൂട്യൂബിൽ റിലീസ് ചെയ്ത ഒരു പാട്ടിന്റെ ടൈറ്റിൽ തന്നെ ദി ബ്ലാക്ക് ഡോഗ് എന്നാണ്. വോക്സ്ഹോളിൽ വോക്സ്ഹോൾ പ്രഷർ ഗാർഡൻസിന് വടക്കുവശത്തായി സ്ഥിതി ചെയ്യുന്ന ഈ കഫേയാണ് ടെയ്ലർ സ്വിഫ്റ്റ് പാട്ടിന്റെ പശ്ചാത്തലമാക്കാൻ തിരഞ്ഞെടുത്തത്. ടെയ്ലറിന്റെ 11ാമത്തെ ആൽബമായ ദി ടോർച്ചേർഡ് പോയറ്റ്സ് ഡിപ്പാർട്ട്മെന്റിലെ 17ാമത്തെ പാട്ടാണിത്. പുതിയ ആൽബം പുറത്തിറങ്ങിയതിനു ശേഷം നിരവധി ടെയ്ലർ ഫാൻസാണ് കഫേയിലേക്ക് ഒഴുകിയെത്തുന്നതെന്നും കഴിഞ്ഞ 2 ദിവസമായി ഈ ആൽബം തന്നെയാണ് കഫേയിൽ പ്ലേ ചെയ്യുന്നതെന്നും കഫേയുടെ മാനേജറായ ബോട്ട്ലം പറഞ്ഞു. നിർബന്ധിത വിരലടയാള പരിശോധനയ്ക്ക് തയ്യാറെടുത്ത് ഡോവർ. ഫ്രാൻസിനും ബ്രിട്ടനും ഇടയിലുള്ള ഡോവർ ഫെറി ഉപയോഗിക്കുന്ന ലക്ഷക്കണക്കിന് യാത്രക്കാരെയാണ് ഇത് ബാധിക്കാനിരിക്കുന്നത്. ബ്രെക്സിറ്റിന് ശേഷം പുതുതായി വന്നിട്ടുള്ള EU നിയമങ്ങൾ പ്രകാരം EUവിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്കും തിരിച്ചും സഞ്ചരിക്കുന്ന യാത്രക്കാരുടെ ഫിംഗർ പ്രിന്റിംഗ് നിർബന്ധമാക്കിയിരിക്കുന്നതാണ് ഇതിന് പ്രധാന കാരണം. ഈ വർഷം ഒക്ടോബർ മുതൽ നിലവിൽ വരാനിരിക്കുന്ന ഈ നിയമം നടപ്പിലാക്കാനായി നിരവധി പുതിയ ജോലിക്കാരെ റിക്രൂട്ട് ചെയ്യുന്ന തിരക്കിലാണ് ഡോവർ പോർട്ട് അധികൃതർ. പുതുതായി പണിതുയർത്തുന്ന ഒരു രജിസ്ട്രേഷൻ സോണിലായിരിക്കും പുതിയ റിക്രൂട്ടുകളെ നിയമിക്കുക എന്നാണ് ഇപ്പോൾ അറിയുന്നത്. കടുത്ത സമ്മർദ്ദത്തിലൂടെ കടന്നുപോകുന്ന കമ്മ്യൂണിറ്റി മെന്റൽ ഹെൽത്ത് സർവീസുകളുടെ പരിചരണത്തിൽ വലിയ തോതിൽ രോഗികൾ മരണത്തിന് കീഴടങ്ങുന്നതായി റിപ്പോർട്ട്. കമ്മ്യൂണിറ്റി മെന്റൽ ഹെൽത്ത് ടീമുകളുടെ പരിചരണത്തിലുള്ള 15,000 രോഗികളാണ് ഒരു വർഷത്തിനിടെ മരിച്ചത്. സുപ്രധാന NHS റിപ്പോർട്ട് ഇൻഡിപെൻഡൻസ് ആണ് പുറത്തുവിട്ടത്. ക്ലിനിക്കിലും വീടുകളിലും നൽകുന്ന ചികിത്സ ഉൾപ്പെടുന്നവയാണ് കമ്മ്യൂണിറ്റി മെന്റൽ ഹെൽത്ത് സർവീസുകൾ. കമ്മ്യൂണിറ്റി മാനസിക ആരോഗ്യ സേവനങ്ങൾ അവലോകനം ചെയ്യുന്ന കാര്യത്തിൽ NHS ഇംഗ്ലണ്ടും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയറും പ്രതികരിച്ചിട്ടില്ല. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം.